എല്ലാ കൂട്ടുകാർക്കും സുഖമാണ്. വെൽക്കം ടു ഫുഡ് ട്രാവൽ ആൻഡ് നേച്ചർ. ഞാൻ ഇന്നിവിടെ ഒരു ഇലയടയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇന്നിവിടെ ഒരു കർക്കിടക വത്സനാണ് തയ്യാറാക്കുന്നത്. അതിന് നമുക്ക് 1 കപ്പ് അരിപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇടിയപ്പത്തിന്റെ പൊടിയാണ്. വത്സം തയ്യാറാക്കാനായിട്ട് 1 കപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇലയടയെന്നും വാവടയെന്നും ഒക്കെ ഈ അപ്പത്തിന് പറയാറുണ്ട്. ആവിയിൽ വേവിച്ചതാണിത്. ഈ മാവിലേക്ക് 1 നുള്ളു ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. ഒരു മധുരത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ മാവിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. ഇത് പൊടിച്ചതാണ്. തരി പഞ്ചസാര ആയാലും മതിയാകും. ഇങ്ങനെ ചേർക്കുമ്പോൾ ഈ അപ്പത്തിന് നല്ല ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ ഷുഗറൊക്കെ ഉള്ളവരാണെങ്കിൽ പഞ്ചസാര ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്കിതിലേക്ക് തിളപ്പിച്ച വെള്ളമാണ്. അതിൽ കുറേശ്ശെ ഒഴിച്ചൊന്ന് കുഴയ്ക്കാം. ഇതൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ചിട്ട് പിന്നെ നമുക്ക് കുറേശ്ശെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അതുപോലെ നമുക്ക് കുഴച്ചെടുക്കാം. ഇങ്ങനെ കുഴച്ചെടുത്തിട്ട് വീണ്ടും ഇതിൽ വെള്ളം ചേർത്ത് ലൂസാക്കിയെടുക്കാം. ലൂസാക്കി എടുത്തിട്ടാണ് നമ്മളിത് ഇലയിലേക്ക് കോരി ഒഴിക്കാനുള്ളത്. ഇതുപോലെ ആക്കിയതിന് ശേഷമേ നമ്മൾ ഇതിലേക്ക് വീണ്ടും വെള്ളം ചേർക്കാവുള്ളൂ, അല്ലെങ്കിൽ കട്ട കെട്ടും. ഇനി നമുക്കിത് ലൂസാക്കിയെടുക്കാം. ഇതുപോലെയാണ് നമുക്ക് കുഴച്ചെടുക്കാനുള്ളത്. ഇതിലേക്ക് നമുക്ക് കഴുകിയെടുത്ത എള്ള് ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ മാവിലേക്ക് 1 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് ഒന്ന് ഇളക്കിയിട്ട് നമുക്കിനി ഇലയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എള്ളും നെയ്യും ഒക്കെ കർക്കിടകത്തിൽ കഴിക്കുന്നത് വളരെ നല്ലതാണ്, ഹെൽത്തിയാണ്. എള്ളിൽ ധാരാളം അയണൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ കർക്കിടകത്തിൽ കഴിക്കുന്നത് നല്ലതാണ്. ഇനി ഫില്ല് ചെയ്യാനുള്ള കൂട്ട് തയ്യാറാക്കാം. 1 ഏത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇത് 1 വലിയ മുറി തേങ്ങ ചുരണ്ടി എടുത്തതാണ്. അതിലേക്ക് നമുക്ക് ഈ ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാം. 4-5 ഏലക്ക ചതച്ചത് കൂടി അതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് അതിലേക്ക് ശർക്കര കൂടി ഇട്ട് കൊടുക്കാം. ശർക്കര മധുരത്തിനനുസരിച്ച് ചേർത്താൽ മതിയാകും. മാവും അതുപോലെ തന്നെ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം. ഞാൻ 1 മുറി തേങ്ങയും 200 ഗ്രാം ശർക്കരയുമാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. 1 സ്പൂൺ നെയ്യ് കൂടി ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ എല്ലാം നന്നായി മിക്സായി. ഇനി നമുക്ക് വാഴയില വാട്ടിയതെടുക്കാം. വാട്ടിയതെടുത്തിട്ട് നമുക്കിതിലേക്ക് നമ്മൾ കുഴച്ച് വച്ചിരിക്കുന്ന മാവ് ചേർക്കാം. ഇത് 1 സ്പൂൺ 1 തവി എടുത്ത് ഒഴിച്ചിട്ട് നൈസായിട്ടൊന്ന് നമുക്ക് പരത്തിയെടുക്കാം. ഇതുപോലെ പരത്തിയെടുത്താൽ മതിയാകും. ഇനി നമുക്കിതിലേക്ക് തേങ്ങയും ശർക്കരയും പഴവും കൂട്ട് ചേർത്ത് കൊടുക്കാം. ഒരു സൈഡിൽ ഇതുപോലെ വച്ചിട്ട് മടക്കിയാൽ മതിയാകും. ഇതുപോലെ വെച്ചിട്ട് ഇലയൊന്ന് മടക്കിയാൽ മതിയാകും. എന്നിട്ട് ഇതുപോലെ മടക്കി എടുത്താൽ മതി. ഇതുപോലെ മടക്കി എടുക്കണം. എന്നിട്ട് നമുക്കിത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് കൊടുക്കാം. ഞാനൊന്ന് മടക്കിയതാണ്. അതുപോലെ വെച്ചിട്ട് നമുക്ക് എല്ലാം ഒരുമിച്ച് വെച്ച് ആവി കയറ്റിയെടുക്കാം. ഇനിയിപ്പോൾ വാഴയില ഇല്ലെങ്കിൽ ഇതുപോലെ വട്ടത്താമര ഇല എടുത്ത് ഇതുപോലെ പരത്തിയാലും മതിയാകും. ഇങ്ങനെ ചെയ്തിട്ട് ഇതിന് നമുക്ക് നിറച്ചു കൊടുക്കാം. ഇതേപോലെ മടക്കി എടുത്താൽ മതി. ഇതും അതിലേക്ക് വെച്ച് ആവി കയറ്റാം. ഇതുപോലെ എല്ലാം നമുക്ക് പരത്തി എടുക്കാം. ഇലയട വെന്തോന്ന് നമുക്ക് തുറന്നു നോക്കാം. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഓരോന്നും പാത്രത്തിലേക്ക് എടുത്ത് വെച്ച് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നന്നായിട്ട്
വെന്ത് കിട്ടിയെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇതാ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. വട്ടത്താമര ഇലയിൽ തയ്യാറാക്കിയതും നന്നായിട്ടുണ്ട്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കർക്കിടകത്തിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണം. ഞാൻ തയ്യാറാക്കിയ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. അടുത്ത ഒരു വീഡിയോയുമായി കാണാം. താങ്ക് യു.